നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നും പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ നദികളും നദീതട വ്യവസ്ഥയുമാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പഠിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നദിയും ആ നദീതട വ്യവസ്ഥയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില വസ്തുതകളുമാണ്. ഇന്ന് നമ്മൾ പഠിക്കാനെടുത്തിരിക്കുന്ന നദി, ആ നദിയുടെ പേരാണ് ഗംഗ എന്നാണ് ആ നദിയുടെ പേര്. ഗംഗാ നദിയെക്കുറിച്ച് നമുക്കറിയാം. ഇന്ത്യയുടെ പുണ്യ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ്. ഗംഗയുടെ ദാനമാണ് ഉത്തരേന്ത്യൻ മഹാസമതലങ്ങളെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഗംഗാ നദി ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന നദി, ഇന്ത്യയിലൂടെ മാത്രമായിട്ട് ഒഴുകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉത്ഭവിച്ചിട്ട് ഇന്ത്യയിലൂടെ കൂടുതൽ ദൂരം ഒഴുകി ബംഗ്ലാദേശിലൂടെ ചെന്ന് അറബിക്കടലിൽ അല്ല ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന നദി, അതാണ് നമ്മുടെ ഗംഗ എന്ന് നമുക്ക് അറിയാം അല്ലെ. ഗംഗാ നദിയുടെ പതന സ്ഥാനം ബേ ഓഫ് ബംഗാളാണ്, അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിവുള്ള കാര്യമാണ്. അത് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നതിന് മുൻപ് ഒഴുകിത്തീർക്കുന്ന ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 2525 കിലോമീറ്ററാണ്. ചില സ്ഥലങ്ങളിൽ 2550 എന്ന് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ ഔപചാരികമായിട്ട് നോക്കിയാൽ 2525 കിലോമീറ്ററാണ് നമ്മുടെ ഗംഗാ നദിയുടെ നീളമെന്ന് നമുക്ക് കാണാം. ഈ ഗംഗാ നദിയെയും ഗംഗാ നദിയുടെ മറ്റൊരു പോഷക നദിയായിട്ടുള്ള യമുനയ്ക്കുമെല്ലാം ഹ്യൂമൻ സ്റ്റാറ്റസ് അഥവാ വ്യക്തിത്വ പദവി കൽപ്പിക്കപ്പെട്ട് കൊടുത്തിരുന്നു. അത് നൽകിയത് മറ്റാരുമല്ല, അലഹബാദ് ഹൈക്കോടതി പോലെ പ്രശസ്തമായ മറ്റൊരു കോടതിയുണ്ട് അല്ലേ, ഉത്തരാഖണ്ഡിലെ ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതിയാണ് ഇത് കൽപ്പിച്ച് നൽകിയത്. ഏത് കൽപ്പിച്ച് നൽകിയത്? ഗംഗയ്ക്കും ഗംഗയുടെ പോഷക നദിയായ യമുനയ്ക്കും വ്യക്തിത്വ പദവി കൽപ്പിച്ചു കൊടുത്ത ഹൈക്കോടതിയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി എന്ന് പറയുന്നത്. ഈ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിയത് സുപ്രീം കോടതിയാണ്. അങ്ങനെ ഈ രണ്ട് നദികളും ഇപ്പോൾ മനുഷ്യ പരിഗണനയിൽ അല്ലെങ്കിൽ വ്യക്തിത്വ പരിഗണനയിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഇതേ രീതിയിൽ മൂന്നാമത് ഒരു നദി ഇന്ത്യയിൽ ഇത്തരത്തിൽ വ്യക്തിത്വ പരിഗണനയ്ക്ക് അല്ലെങ്കിൽ വ്യക്തിത്വ പദവി ലഭ്യമായിട്ടുണ്ട്. അത് മറ്റാരുമല്ല, അത് നർമ്മദ നദിയാണ്. ഈ നർമ്മദ നദിക്ക് ഈ വ്യക്തിത്വ പദവി നൽകിയത് മധ്യപ്രദേശ് സർക്കാരാണ്. അപ്പോൾ നമുക്കൊരു സംശയമുണ്ടാവാം, ഇങ്ങനെ നദികൾക്ക് വ്യക്തിത്വ പദവി നൽകുന്നുണ്ടെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് ഇത്തരത്തിൽ നദികൾക്ക് വ്യക്തിത്വ പദവി നൽകിയ രാഷ്ട്രം ഏതാണെന്നും ആ പദവി ലഭിച്ച നദി ഏതാണെന്നൊക്കെ നമുക്ക് അറിയുവാനൊരാഗ്രഹമുണ്ടാകും. അത് ന്യൂസിലൻഡ് എന്ന രാഷ്ട്രത്തിലാണ് ലോകത്തിലാദ്യമായി അത്തരത്തിൽ നദികൾക്ക് മനുഷ്യന് തത്തുല്യമായ ഒരു പദവി അല്ലെങ്കിൽ വ്യക്തിത്വ പദവി നൽകി ആദരിച്ചത്. അപ്പോൾ മനുഷ്യന് നേരെ ഉണ്ടാകുന്ന ഏതതിക്രമവും ശിക്ഷാർഹമെന്നതുപോലെ ഈ നദിക്ക് എതിരായിട്ട് നമ്മൾ എന്ത് കൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതും ശിക്ഷാർഹമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത്തരത്തിൽ ലോകത്തിലാദ്യമായിട്ട് മനുഷ്യ പദവി അല്ലെങ്കിൽ വ്യക്തിത്വ പദവി ലഭിച്ച നദിയുടെ പേരായിരുന്നു വങ്കാനൂയി എന്നാണ് പേര്. അത് ന്യൂസിലൻഡിലായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ നദിയിലേക്കൊന്ന് കിടക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഈ നദി, ആ നദി നമുക്കറിയാം അത് എവിടെ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയണം അല്ലേ. അത് ഉത്ഭവിക്കുന്നത് എങ്ങനെയാണ്? ഗംഗ എന്നുള്ള പേര് അതിന് എപ്പോഴാണ് വരുന്നത്? ഗംഗ എന്ന പേരിലാണോ അത് ഉത്ഭവിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം അല്ലേ, ഇത് എവിടെ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നതെന്ന് കണക്കാക്കുക അല്ലേ. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം നമുക്ക്. അവിടെ ഉത്ഭവിക്കുമ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നറിയാവോ? ഇതിൻ്റെ പേരാണ് ഭാഗീരഥി എന്ന പേരാണ് ഇതിനുള്ളത് അല്ലേ. ഭാഗീരഥി എന്ന പേരാണ് ഇതിനുള്ളത്. അങ്ങനെ ഭാഗീരഥി എന്ന പേരിൽ ഇത് ഉത്ഭവിക്കുന്നു. ഭാഗീരഥി എന്ന പേരിൽ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇവിടെയുള്ള ഒരു മഞ്ഞ് പാളിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആ മഞ്ഞുപാളിയുടെ പേരാണ് ഗംഗോത്രി എന്ന് പറയും. അപ്പോൾ ഗംഗോത്രി എന്ന് പറയുന്ന ഒരു ഹിമപാളിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി, അതിൻ്റെ പേരാണ് ഭഗീരഥി നദി എന്നാണ് പറയുന്നത്. നമ്മൾ പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഭഗീരഥൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ പ്രയത്നഫലമായിട്ട്, രാജാവ് പിന്നീട് സന്യാസിയൊക്കെ ആയിട്ട് പോയി അദ്ദേഹത്തിൻ്റെ പ്രയത്നഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പാതാളത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടു പോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു നദിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്നറിയാം അല്ലേ. ആ നദിയുടെ പേരാണ് ഭഗീരഥി. അല്ലെ, ഭഗീരഥൻ എന്ന് പറയുന്ന ആൾ തപസ് ചെയ്തിട്ട് ആ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതും ശിവൻ തിരുജടയിൽ സൂക്ഷിച്ചതും ശിവൻ്റെ തിരുജടയിൽ നിന്ന് വീണ്ടും തപസ് ചെയ്തിട്ട് ഭഗീരഥൻ എന്ത് ചെയ്തു? ആ നദിയെ പുറത്തേക്ക് കൊണ്ടാണ് ഭഗീരഥ പ്രയത്നം, ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ഒരു നദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വർഷങ്ങളോളം തപസ് ചെയ്തു. അങ്ങനെ വന്ന നദി ശിവൻ്റെ ജടയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയി. പിന്നെ ശിവനെ പ്രസാദിപ്പിച്ച ആ ജടയ്ക്കുള്ളിൽ നിന്ന് നദിയെ പുറത്തേക്ക് എടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തിട്ടാണ് ഭഗീരഥൻ ഗംഗാ നദിയെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ നദിയെ ഭഗീരഥി എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഉത്ഭവം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഭാഗീരഥി എന്ന പേരിലാണ്.
ഭാഗീരഥി എന്ന പേരിലാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. അതെവിടെ നിന്ന് ഉത്ഭവിക്കുന്നു വെച്ചാൽ ഗംഗോത്രിയിൽ നിന്നാണ് ഗംഗോത്രിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഭാഗീരഥി എന്ന പേരിൽ ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഗംഗോത്രിയിലെ ഗോമുഖ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് ഗോമുഖ്, അതായത് മുഖം എന്ന് പറയുന്നത് പശുവിൻ്റെ ആകൃതിയിൽ, അതാണ് ഗോമുഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോമുഖ് എന്ന് പറയുന്ന ഗ്ലേസിയറിൽ നിന്ന്, അല്ലെങ്കിൽ ഗോമുഖ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഗംഗോത്രി ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭഗീരഥി എന്ന് പറയുന്നത്. ആ നദിയാണ് നമ്മൾ ഇവിടെ ഒന്ന് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്, അല്ലേ? ഇതേപോലെ മറ്റൊരു നദിയുണ്ട്. ആ മറ്റൊരു നദിയുടെ പേരെന്തെന്നറിയാവോ? ആ മറ്റൊരു നദിയുടെ പേരാണ് അളകനന്ദ എന്ന് പറയും. അളകനന്ദ ഇതായിട്ടൊന്ന് സങ്കല്പിച്ചേക്കുക, അല്ലേ? ഇങ്ങനെ വരുന്ന അളകനന്ദ. ഈ അളകനന്ദയും ഭാഗീരഥിയും, ഈ അളകനന്ദ എന്ന് പറയുന്ന നദിയും ഭഗീരഥിയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് അതെന്തായി മാറുന്നത്? അത് ഗംഗയായിട്ട് മാറുന്നത്, അല്ലേ? അപ്പോൾ ഇത് ഭാഗീരഥി എന്ന് പറഞ്ഞ നദി, ഇത് അളകനന്ദ എന്ന് പറയുന്ന നദി. അപ്പോൾ ഭാഗീരഥി ഉത്ഭവിച്ചത് ഗംഗോത്രി ഗ്ലേസിയറിൽ ഗോമുഖ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണെങ്കിൽ ഈ അളകനന്ദ ഉത്ഭവിച്ചത് എവിടെ നിന്നാണ്? സതോപാന്ത് എന്ന് വെച്ചാൽ സപ്തർഷി എന്ന് നമ്മൾ പറയുന്നതാണ്. സാത്തുപന്ത് 7 സന്യാസികളാണ്, അല്ലേ? ബദ്രീനാഥ് എന്ന സ്ഥലത്ത് നിന്ന്, ബദ്രീനാഥിലെ സതോപാന്ത് ഗ്ലേസിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹിമപ്പാളിയുണ്ട്. അവിടെ നിന്ന് ഉത്ഭവിച്ചതാണ് അളകനന്ദ എന്ന് പറയുന്നത്. അങ്ങനെ അളകനന്ദയും ഭാഗീരഥിയും തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അല്ലെ, അളകനന്ദയും ഭാഗീരഥിയും തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇത് ഗംഗ എന്ന പേരിൽ മാറും, അല്ലേ? ഗംഗ എന്ന പേരിൽ വരുന്നത്. അത് എവിടെ വെച്ചാണ്? ഭഗീരഥിയും അതേപോലെ തന്നെ അളകനന്ദയും കൂടിച്ചേരുന്നത് ദേവപ്രയാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ടാണ്, അല്ലേ? ദേവപ്രയാഗ്. അപ്പോൾ ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് തമ്മിൽ കൂടിച്ചേരുന്നത്. അവിടെ വെച്ചാണ് ഇതിനെന്ത് പേര് കിട്ടുന്നത്? ഗംഗ എന്ന് പറയുന്ന പേര് കിട്ടുന്നത്. അപ്പോൾ ഗംഗ എവിടെ മുതലാണ് ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ദേവപ്രയാഗ് മുതലാണ്. അപ്പോൾ ദേവപ്രയാഗിൻ്റെ പ്രത്യേകത എന്താണ്? 2 പ്രധാനപ്പെട്ട നദികൾ വന്ന് കൂടിച്ചേരുന്നതാണ്. ആ 2 പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത് ഒന്ന് ഭഗീരഥിയും മറ്റൊന്ന് അളകനന്ദയുമാണ്. ഭാഗീരഥി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഗ്ലേസിയറിലെ ഗോമുഖ് എന്ന സ്ഥലത്തു നിന്നാണെങ്കിൽ അളകനന്ദ ഉത്ഭവിക്കുന്നത് സതോപാന്ത് ഗ്ലേസിയറാണ്, അത് ബദരീനാഥിലാണ്. ഇത് രണ്ടും എവിടെയാണ്? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ സതോപാന്ത് ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന, ബദരീനാഥിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകനന്ദയും ഗംഗോത്രിയിലെ ഗോമുഖ് എന്ന സ്ഥലത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഭാഗീരഥിയും കൂടി ഒഴുകി വന്നിട്ട് ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ചിട്ട് കണ്ടുമുട്ടുന്നു. ആ കണ്ടുമുട്ടുന്ന സ്ഥലം മുതലാണ് ഗംഗ എന്ന പേരിൽ ഈ നദി അറിയപ്പെടുന്നത്. ആ ഗംഗ എന്ന പേരിൽ നദി അറിയപ്പെടുന്ന സ്ഥലമാണ് ദേവപ്രയാഗ് എന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. നമ്മൾ വീണ്ടും ഒന്ന് നോക്കാം നമുക്ക്, അല്ലേ? അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യമുണ്ടെന്താണ്? ഈ അളകനന്ദ എന്ന് പറയുന്ന നദി വരുന്ന വഴിക്ക് പല ആളുകളെയും കണ്ടുമുട്ടുന്നുണ്ട്. ദേവപ്രയാഗ് എന്നുള്ള ആ സ്ഥലത്ത് വെച്ചിട്ട് ഭാഗീരഥിയെ കണ്ടുമുട്ടുന്നതിന് മുൻപ് ഒരുപാട് നദികളെ കണ്ടുമുട്ടുന്നുണ്ട്, അല്ലേ? അപ്പോൾ അത്തരത്തിൽ കണ്ടുമുട്ടുന്ന മറ്റു ചില നദികളുണ്ട്. ആ നദികൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ അളകനന്ദ ഇവിടെ ഇങ്ങനെ കിടന്നോട്ടെ. ഈ അളകനന്ദയിലേക്ക് വന്ന് ഓരോ നദികൾ ചേരുകയാണ്. അപ്പോൾ ഈ 2 നദികൾ വന്ന് ചേരുമ്പോൾ ആ 2 നദിയും ജോയിൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരും, അല്ലേ? 3 നദിയായിട്ടത് മാറും. ജംഗ്ഷൻ, ട്രൈ ജംഗ്ഷൻ പോയിന്റ് അല്ലേ? ഇതിനെയാണ് പ്രയാഗ് അല്ലെങ്കിൽ ത്രിവേണി എന്ന് പേരിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദേവപ്രയാഗിന് മുൻപ് ഒരുപാട് ത്രിവേണികൾ അല്ലെങ്കിൽ ഒരുപാട് പ്രയാഗുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രയാഗുകൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ദാ ഇവിടുന്ന് ഒരു നദി വരുന്നുണ്ട്. ഈ നദിയുടെ പേരാണ് വിഷ്ണു ഗംഗ എന്ന് പറയും, അല്ലേ? വിഷ്ണു ഗംഗ എന്ന് പറയുന്ന നദി, അതല്ലെങ്കിൽ ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ധവളി ഗംഗ, വെളുത്ത ഗംഗ എന്ന് വിളിക്കുന്നുണ്ട്, അല്ലേ? പാൽക്കടലിൽ കിടക്കുന്ന ദേവനല്ലേ വിഷ്ണു, അതുകൊണ്ട് വിഷ്ണു ഗംഗ എന്നോ ധൗളി ഗംഗ എന്നോ അറിയപ്പെടുന്ന ഒരു നദി വന്ന് ഈ പറയുന്ന നമ്മളുടെ അളകനന്ദയിൽ വന്ന് ചേരുന്നു. അപ്പോൾ അളകനന്ദ ഒഴുകി വരുമ്പോൾ അതിലേക്ക് വിഷ്ണുഗംഗ വന്ന് ചേരുമ്പോൾ അവിടെ എന്താണ്? ഒരു ത്രിവേണി സൃഷ്ടിക്കപ്പെടുകയാണ്. കണ്ടില്ലേ? 2 നദികൾ വന്ന് മൂന്നാമതൊരെണ്ണമായി മാറുകയാണ്. അതുകൊണ്ട് ധവളി ഗംഗ വന്നു ചേരുന്ന ഈ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് വിഷ്ണു പ്രയാഗ് എന്നാണ് വിളിക്കുന്നത്, വിഷ്ണു പ്രയാഗ്. അങ്ങനെ ധവളി ഗംഗയും അളകനന്ദയും കൂടി ചേരുന്ന സ്ഥലം വിഷ്ണു പ്രയാഗ്. അവിടുന്ന് വീണ്ടും ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിയാൻ നേരത്തെ എന്താണ്? വീണ്ടും മറ്റൊരു നദി വന്ന് ജോയിൻ ചെയ്യുകയാണ്, അല്ലെ? മറ്റൊരു നദി വന്ന് ജോയിൻ ചെയ്യുകയാണ്, അല്ലേ? അളകനന്ദയിലേക്ക് വീണ്ടും ഒരു നദി വന്ന് ജോയിൻ ചെയ്തു. ആ നദിയുടെ പേര് പിണ്ടാർ എന്ന് പറഞ്ഞൊരു നദിയാണ് കേട്ടോ. പിണ്ടാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദി വന്ന് ജോയിൻ ചെയ്യുന്നു, പിണ്ടാർ. ആ പിണ്ടാർ വന്ന് അളകനന്ദയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ വീണ്ടും ഒരു ത്രിവേണി സൃഷ്ടിക്കപ്പെടുകയാണ്. ആ ത്രിവേണിയുടെ പേരാണ് എന്ത്? കർണപ്രയാഗ് എന്ന് പറയും. കർണപ്രയാഗ്. ഇത് നമുക്ക് ഓർക്കാൻ വളരെ എളുപ്പമാണ്. മഹാഭാരത കഥ അല്ലെങ്കിൽ മഹാഭാരതം എന്നുള്ള ഒരു ഇതിഹാസത്തിൽ അറിയപ്പെടുന്ന ഒരു കഥാപാത്രമായ കർണൻ. ആ കർണൻ
സ്നാനത്തിനായിട്ട് വന്നിരുന്ന സ്ഥലം, കർണൻ്റെ സ്നാനഘട്ടമായിരുന്നു ഈ പറയുന്ന പ്രയാഗ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? കർണപ്രയാഗ്. കർണൻ കുളിച്ച സ്ഥലം എന്ന് പേരിട്ടുകൊണ്ടാണ് ഇതിനെ കർണപ്രയാഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ എന്തായി? രണ്ടാമത്തെ പ്രയാഗം ഇവിടെ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും നദി മുന്നോട്ട് പോരാൻ നേരത്ത് എന്താണ്? മറ്റൊരു നദി വന്ന് ചേരുകയാണ്, അല്ലേ? മറ്റൊരു നദി, അതിൻ്റെ പേരെന്താണ്? ആ നദിയുടെ പേരാണ് മന്ദാകിനി എന്ന് പറയുന്ന ഒരു നദി, അല്ലെ? മന്ദാകിനി എന്ന് പറയുന്ന ഒരു നദി. ഈ മന്ദാകിനി വിളിക്കുന്ന മറ്റൊരു പേരാണ് കാളിഗംഗ എന്ന് വിളിക്കാറുണ്ട്, കറുത്ത ഗംഗ എന്ന് വിളിക്കാറുണ്ട്. കാളിഗംഗ അല്ലെങ്കിൽ കറുത്ത ഗംഗ. അപ്പോൾ മന്ദാകിനി വന്ന് ചേരുന്ന സ്ഥലമുണ്ട്. മന്ദാകിനി വന്ന് ചേരുന്ന സ്ഥലം എന്താണ്? വീണ്ടും ഒരു പ്രയാഗായിട്ട് മാറുകയാണ്. ആ പ്രയാഗിൻ്റെ പേരാണ് രുദ്രപ്രയാഗ്. അതായത് ശിവന്റെ പുണ്യതീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുന്ന, ശിവതീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഈ പറയുന്ന രുദ്രപ്രയാഗ് എന്ന് പറയുന്ന രുദ്രപ്രയാഗ്. ആ രുദ്രപ്രയാഗ് എന്ന് പറയുന്നത് എത്രാമത്തെ പ്രയാഗ്? വിഷ്ണുപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്. പ്രയാഗുകളുടെ എണ്ണം കൂടുന്നു, അല്ലേ? അതിനുശേഷം വീണ്ടും നദി മുന്നോട്ടെടുക്കാൻ നേരത്ത് മറ്റൊരു നദി വന്ന് ചേരുകയാണ്. ആ നദിയുടെ പേരാണ് നന്ദാകിനി എന്ന് പറയും. മായല്ല നായാണ്, നന്ദാകിനി. അങ്ങനെ നന്ദാകിനി എന്ന് പറയുന്ന മറ്റൊരു നദിയും വന്ന് ചേരുകയാണ്. എവിടെയാണ്? ഈ അളകനന്ദയിലേക്ക് വന്ന് ചേരുകയാണ്. അങ്ങനെ അളകനന്ദയിലേക്ക് നന്ദാകിനി എന്ന് പറയുന്ന ഒരു നദിയും വന്ന് ചേരുന്നു. ആ നന്ദാകിനിയുമായി വന്നു ചേരുമ്പോൾ ആ പ്രയാഗത്തിൻ്റെ പേരാണ് നന്ദപ്രയാഗ്. നമ്മുടെ നന്ദികേശ്വരനൊക്കെ പഴയ കാലത്ത് അവിടെ ആയിരുന്നു സ്നാനഘട്ടം ചെയ്തിരുന്നത് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് ഈ നന്ദപ്രയാഗ് എന്ന് പറയുന്നത്. ആ നന്ദപ്രയാഗിൽ നന്ദാകിനിയും അളകനന്ദയുമാണ് കൂടിച്ചേരുന്നത്. അപ്പം രണ്ട് നന്ദിയും നന്ദയുമാകാൻ നേരത്ത് നന്ദപ്രയാഗായിട്ട് മാറ്റപ്പെടുകയാണ്. അപ്പോൾ വിഷ്ണുപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, നന്ദപ്രയാഗ്, ദേവപ്രയാഗ്. എത്ര പ്രയാഗങ്ങളായി? 5 പ്രയാഗുകളായി. ഈ 5 പ്രയാഗുകളെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് പഞ്ചപ്രയാഗം എന്ന് വിളിക്കാറുണ്ട്, അല്ലെ? പഞ്ചപ്രയാഗുകൾ. പ്രധാനപ്പെട്ട പഞ്ചപ്രയാഗുകൾ ഏത് എന്ന് ചോദിച്ചാൽ ഈ പഞ്ചപ്രയാഗുകൾ അളകനന്ദ നദിയിലാണെന്നും അത് ഏതൊക്കെ നദികൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് എന്ന് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു, അല്ലേ? ഏതൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞത്? നമ്മളിവിടെ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ഓർക്കുന്നില്ലേ? ദാ കിടക്കുന്നു, അല്ലേ? ഏതാണ്? ഈ ധവളി ഗംഗ എന്ന് പറയുന്ന നദി അളകനന്ദയുമായിട്ട് കൂടിച്ചേരുമ്പോൾ അത് വിഷ്ണുപ്രയാഗ്. പിണ്ടാർ എന്ന് പറയുന്ന നദി അളകനന്ദയുമായിട്ട് കൂടിച്ചേരുമ്പോൾ അത് കർണപ്രയാഗ്. മന്ദാകിനി എന്ന നദി അളകനന്ദയുമായിട്ട് കൂടിച്ചേരുമ്പോൾ അത് രുദ്രപ്രയാഗ്. നന്ദാകിനി എന്ന നദി അളകനന്ദയുമായിട്ട് കൂടിച്ചേരുമ്പോൾ അത് നന്ദപ്രയാഗ്. ഭാഗീരഥി എന്ന നദി ഈ പറയുന്ന അളകനന്ദയുമായിട്ട് കൂടിച്ചേരുമ്പോൾ അത് ദേവപ്രയാഗ്. അങ്ങനെയാണ് ഈ പറയുന്ന പഞ്ചപ്രയാഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പഞ്ചപ്രയാഗങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. ആ പഞ്ചപ്രയാഗ് കടന്നു കഴിയാൻ നേരത്താണ് ഈ ഗംഗ എന്ന് പറയുന്ന പേര് ഈ നദിക്ക് കിട്ടുന്നത്. അങ്ങനെ പഞ്ചപ്രയാഗങ്ങൾ തീർത്ത് കൊണ്ട് ആ ഹിമാലയ സാനുക്കളിൽ നിന്ന് ഒഴുകി വരുന്ന ഈ ഗംഗ ഇത് ഇവിടെ വെച്ചാണ് എന്തായി മാറിയെന്ന് നമ്മൾ പറഞ്ഞു. ദേവപ്രയാഗ് എന്ന സ്ഥലം ഇതാണ്, അല്ലേ? ദേവപ്രയാഗിൽ വെച്ച് പിന്നെ ഇത് ഗംഗ എന്ന പേരിൽ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇങ്ങനെ ഒഴുകി വരുന്ന ഈ ഗംഗ സമതലത്തിൽ പ്രവേശിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അല്ലേ? ഗംഗ സമതലത്തിൽ പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അത് ഹരിദ്വാരത്തിൽ വെച്ച്, അല്ലെ? ഹരിദ്വാർ തീർത്ഥാടന കേന്ദ്രമല്ലേ? പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമല്ലേ ഹരിദ്വാർ? ആ ഹരിദ്വാറിൽ വെച്ചിട്ടാണ് ഈ ഗംഗ സമതലത്തിൽ പ്രവേശിക്കുന്നത്. കുത്തൊഴുക്ക് കഴിഞ്ഞിട്ട് സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹരിദ്വാർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, അല്ലേ? ഹരിദ്വാർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഹരിദ്വാറിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്ന കഴിയാൻ നേരത്ത് ഈ പറയുന്ന ഗംഗയ്ക്ക് കൂട്ടായിട്ട് മറ്റൊരാൾ വന്നു ചേരുകയാണ്. അങ്ങനെ കൂട്ടായിട്ട് വന്നു ചേരുന്ന മറ്റാരുമല്ല, ഈ ഗംഗയ്ക്ക് സമാന്തരമായിട്ട് ഒഴുകുന്ന മറ്റൊരു നദിയാണ്. ആ നദിയുടെ പേരാണ് യമുന എന്ന് പറയുന്നത്. യമുന വന്ന് ചേരുന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ അത് ഇവിടെ വെച്ചാണ്. ആ സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അലഹബാദ് എന്ന് വിളിക്കാറുണ്ട്, അല്ലേ? യമുനയും ഗംഗയും തമ്മിൽ കൂടിച്ചേരുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ അലഹബാദിൽ വെച്ചാണ്, അല്ലേ? യമുന എന്ന് പറയുന്ന പുണ്യതീർത്ഥം ഗംഗ എന്ന് പറയുന്ന മറ്റൊരു പുണ്യതീർത്ഥവുമായിട്ട് കൂടിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? 2 നദികൾ തമ്മിൽ കൂടിച്ചേർന്ന് മൂന്നാമതൊരു വലിയ നദിയായി, അല്ലേ? ബഷീറിൻ്റെ ഭാഷ പറഞ്ഞാൽ ഒന്നും ഉമ്മണി വലിയ ഒന്ന് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞ പോലെ ഗംഗയും യമുനയും കൂടിച്ചേർന്ന് വീണ്ടും അതൊരു വലിയൊരു പുണ്യ സരസ്സായിട്ട്, അല്ലെ? പുണ്യതീർത്ഥമായിട്ട് മാറ്റപ്പെടുന്നു. അതുകൊണ്ട് ഈ സ്ഥലം അലഹബാദാണ്. പക്ഷേ ഇപ്പോൾ ഈ അലഹബാദിന് എന്താ വിളിക്കുന്നത്? പ്രയാഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പ്രയാഗ നർത്തത്തിൽ പ്രയാഗരാജ് എന്നാണ് അലഹബാദ് ഇപ്പോൾ അറിയപ്പെടുന്നത്, കേട്ടോ. പ്രയാഗ് രാജ് എന്ന പേരിലാണ് ഈ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത്, പ്രയാഗ്രാജ്.
അങ്ങനെ ഈ പറയുന്ന ഗംഗ മുന്നോട്ടിങ്ങനെ പോകും അല്ലെ. മുന്നോട്ട് പോകാൻ നേരത്ത് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനമുണ്ട്. ഉത്തരാഖണ്ഡ്, അതേപോലെ തന്നെ എന്തുണ്ട്, യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് പറയുന്ന പഴയ കാലത്തെ ആ യുണൈറ്റഡ് പ്രൊവിൻസ് ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് ഉണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് നേരെ പോകുന്ന എങ്ങോട്ടേക്കാണ്? ബീഹാർ എന്ന് പറഞ്ഞ സംസ്ഥാനത്തേക്കാണ്. ബീഹാറിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ബംഗാൾ എന്ന് പറഞ്ഞൊരു സംസ്ഥാനത്തേക്കാണ്. ആ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് വെച്ചിട്ട് ഈ നദി എന്താണ്, വഴിതിരിച്ചു പോകുന്നുണ്ട് അല്ലെ, വഴിതിരിഞ്ഞ് പോകുന്നുണ്ട്. ബോധപൂർവം വഴിതിരിച്ചു വിടുന്നത് കൂടിയാണ്. കാര്യം മറ്റൊന്നുമല്ല, കൽക്കട്ട തുറമുഖത്തിലെ അടിഞ്ഞുകൂടുന്ന ചെളിയും മണലുമെല്ലാം ആ തുറമുഖത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ശക്തമായ ഒരു ഒഴുക്കുണ്ടായേ പറ്റുകയുള്ളൂ. കൃത്രിമമായിട്ട് ഒഴുക്ക് സൃഷ്ടിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഗംഗാ നദി എന്ത് ചെയ്തു? ഹരീക്ക ബാരേജ് എന്ന് പറയുന്നൊരു ബാരേജ്, ഒരു തടയണ കെട്ടിയിട്ട് അതിൻ്റെ ഗതിയിൽ നിന്ന് പതുക്കെ വഴി മാറ്റിയിട്ട് ഹൂഗ്ലി എന്ന് പറയുന്ന ഒരു നദിയിലേക്ക് വെള്ളം കൂടുതൽ തിരിച്ചുവിടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഗംഗാ നദി തന്നെയാണ് ഹൂഗ്ലി നദി എന്ന പേരിൽ ഒഴുകി വരുന്നത്. അങ്ങനെ കൽക്കട്ടയിലൂടെ ഒഴുകുന്ന നദിയേതെന്ന് ചോദിച്ചാൽ ആ നദിയെ നമ്മൾ ഹൂഗ്ലി നദി എന്ന് പറയുന്നില്ലേ. അങ്ങനെ ഇതെന്താണ്, ഹൂഗ്ലി എന്ന് പറയുന്ന ഒരു നദിയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോരുന്നു. അതായത് ഒരെണ്ണം ബംഗ്ലാദേശിലേക്ക് കിടക്കുന്നു, ഒരു കൈവഴി ബംഗ്ലാദേശിലേക്ക് കിടക്കുന്നു. പോഷക നദിയല്ല, കൈവഴിയാണ്, പിരിയുകയാണ്. ഒരു നദി എന്താണ്, ഹൂഗ്ലി എന്ന പേരിൽ എന്ത് ചെയ്യുകയാണ്, ഈ പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറിലെ കൈവഴിയായിട്ട് പോരുകയാണ്. അപ്പോൾ ഹൂഗ്ലി എന്ന് പറയുന്ന നദി പശ്ചിമ ബംഗാളിലൂടെയും അതേപോലെ ഗംഗയുടെ മറ്റൊരു കൈവഴി ബംഗ്ലാദേശിലൂടെയുമാണ് ഒഴുകുന്നത്. അപ്പോൾ അവിടെ ഒഴുകുന്നതിന് കാരണമാകുന്ന എന്താണ്, ആ ഫറാക്ക ബാരേജ് എന്ന് പറയുന്നൊരു ബാരേജാണ്. വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു തടയണയെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് ഫറാക്ക ബാരേജ് എന്നാണ് പറയുന്നത്. ഫറാക്ക ബാരേജ്. അങ്ങനെ ഫറാക്ക ബാരേജ് ഗംഗാ നദിയെ രണ്ടാക്കി തരംതിരിക്കുന്നു. ഒന്ന് ഹൂഗ്ലി എന്ന പേരിലും മറ്റത് ബംഗ്ലാദേശിലേക്ക് പോകുമ്പോൾ എന്താണ്, പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലെ, ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്ന ഗംഗാ നദി അറിയപ്പെടുന്ന പേരെന്താണ്, പത്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ പത്മ എന്ന പേരിൽ ഇത് എങ്ങോട്ടേക്ക് ഒഴുകുന്നു, ഈ പറയുന്ന ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നു. അങ്ങനെ ബംഗ്ലാദേശിൽ ചെന്ന് കഴിയാൻ നേരത്ത് അവിടെ ഇത് വേറൊരു നദിയുമായിട്ട് കൂട്ടിമുട്ടും അല്ലേ. ഇവിടെ നിന്ന് ഒഴുകി വരുന്ന ജമുന എന്ന് പേരായിട്ടുള്ള നമ്മുടെ ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ കയറുമ്പോൾ അതിൻ്റെ പേര് മാറും. ആ പേരാണ് ജമുന എന്ന് പറയുന്നത്. ഗംഗയും ബംഗ്ലാദേശിൽ കയറുമ്പോൾ പേര് മാറും. അതിൻ്റെ പേരാണ് പത്മ എന്ന് പറയുന്നത്. അങ്ങനെ പേര് മാറ്റപ്പെട്ട അല്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ, രാജപ്പൻ തങ്ങമ്മോട് സരോജ് കുമാർ ആയതുപോലെ ഗംഗ ബംഗ്ലാദേശിൽ ചെന്നപ്പോൾ എന്തായി, പത്മയായിട്ട് മാറി. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ ചെന്നപ്പോൾ ആരായിട്ട് മാറി, ജമുനയായിട്ട് മാറി. അങ്ങനെ ഈ രണ്ട് വ്യാജന്മാർ ആരല്ല, ജമുനയും പത്മയും തമ്മിൽ കണ്ടുമുട്ടുന്ന സ്ഥലം എവിടെയാണെന്നറിയാവോ? അത് ഗോലാണ്ടോ എന്നൊരു സ്ഥലമുണ്ട്. ഗോലാണ്ടോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ഗോലാണ്ടോ എന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ പേര് വീണ്ടും മാറുകയാണ്. ആ പേരാണ് മേഘന എന്നാണ് പേര് അല്ലേ. മേഘന എന്ന പേരിലാണ് പിന്നീട് ഇത് അറിയപ്പെടുന്നത്. അങ്ങനെ മേഘന എന്ന പേരിൽ ഒഴുകുന്നു. അങ്ങനെ മേഘന എന്ന പേരിൽ ഒഴുകിയിട്ടെന്താണ്, ഈ നമ്മുടെ ബേ ഓഫ് ബംഗാളിൻ്റെ പരിസരത്ത് ചെല്ലുമ്പോൾ ഒരു ദ്വീപ് അവിടെയുണ്ട്. ഗംഗാസാഗർ എന്ന് പറഞ്ഞൊരു ദ്വീപാണ്. ആ ദ്വീപ് ഇവിടെ ഉള്ളതുകൊണ്ട് ആ ദ്വീപിൽ തട്ടിയിട്ട് ഇത് പിന്നെയും പല പല കഷണങ്ങളായിട്ട് തിരിഞ്ഞ് അവിടെ ഇത് ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങളെല്ലാം അങ്ങോട്ട് നിക്ഷേപിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ നിക്ഷേപിച്ചിട്ട് പോകുന്ന ഈ അവസാദങ്ങൾക്ക് മേൽ പ്രദേശപരമായിട്ട് കാണപ്പെടുന്ന കണ്ടൽ ചെടികളും അതേപോലെ അവിടെയുള്ള ഈ സുന്ദരി മരങ്ങളും ഒക്കെ വളർന്ന് ആ പ്രദേശം എന്തായി, വലിയൊരു വനമായിട്ട് മാറ്റപ്പെട്ടു. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വനമേഖലയും കൂടിയാണ് ഇത്. ഇതറിയപ്പെടുന്ന പേരാണ് സുന്ദരവനം അല്ലെങ്കിൽ സുന്ദർബൻ ഡെൽറ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലുതും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഡെൽറ്റയാണ് സുന്ദരവനം അല്ലെങ്കിൽ സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മുടെ ഈ ഗംഗ 2525 കിലോമീറ്റർ ഒഴുകി വരുന്ന ഈ ഗംഗയ്ക്ക് ആവശ്യത്തിന് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പോഷക നദികളുണ്ട് അല്ലേ. പോഷക നദികൾ, നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്ന പോഷക നദികളുണ്ട്. അത് ഇടത്തു നിന്നും വലത്തു നിന്നുമൊക്കെയാണ് വെള്ളം എത്തിച്ചു കൊടുക്കുന്നത് അല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഒരാൾ, ആളുടെ തലയായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക, ഇത് കാലായിട്ട് സങ്കല്പിക്കുക. ഇയാളുടെ വലതുവശം എന്തായാലും ഈ ഒരു മേഖലയായിരിക്കും അല്ലേ. ഇടത് കൈ എന്ന് പറയുന്നത് ഈ ഒരു മേഖല. അപ്പോൾ ഇവിടെ നിന്ന് വരുന്നതെല്ലാം ഏത് നദികളും, ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. ഇവിടെ നിന്ന് വരുന്നതെല്ലാം എന്ത്, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആയിട്ട് കണക്കാക്കാം. അങ്ങനെ നോക്കിയാൽ ഈ ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഇടത് പോഷക നദികൾ, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് വലത് പോഷക നദികൾ ഏതെല്ലാമെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. റൈറ്റ് ബാങ്കിൽ നിന്ന് വരുന്ന നദികൾ നമുക്കറിയാം അല്ലേ. അതേതൊക്കെയാണ്, ഒന്ന് യമുന വരുന്നുണ്ടെന്നറിയാം. യമുനയെ കൂടാതെ പിന്നീട് വരുന്ന നദി എന്ന് പറയുന്നത് സൺ എന്ന് പറയുന്ന ഒരു നദി വരുന്നുണ്ട്, സൺ അല്ലേ.
അതേപോലെ അജയ് എന്ന് പറയുന്ന ഒരു നദി വരുന്നുണ്ട്. അജയ്, സൺ വരുന്നുണ്ട്, അജയ് വരുന്നുണ്ട്. പിന്നെ ദാമോദറുണ്ട്. ദാമോദർ നേരിട്ട് ഹൂഗ്ലിയിലേക്കാണ് പോകുന്നതെങ്കിലും ഹൂഗ്ലി ഗംഗയുടെ മറ്റൊരു പേരാണെന്ന് നമുക്കറിയാം അല്ലേ. പശ്ചിമ ബംഗാളിൽ ഗംഗാ നദി അറിയപ്പെടുന്ന ഒരു ഹൂഗ്ലി എന്നും കൂടിയാണെന്നറിയാം. അപ്പോൾ അങ്ങനെ നോക്കിയാൽ യമുനയും സണ്ണും അജയും ദാമോദറും എല്ലാം ഗംഗയുടെ ഏത് പോഷക നദികളാണ്? റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എങ്കിൽ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതെല്ലാം എന്ന് നമുക്കൊന്ന് നോക്കണമെന്നുണ്ടെങ്കിലോ ലെഫ്റ്റ് ബാങ്കിലുള്ള ട്രിബ്യൂട്ടറീസ് ഏതെന്നറിയണ്ടേ? അങ്ങനെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് നമ്മൾ നോക്കിയാൽ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ? രാമഗംഗ, കിഷൻ ഗംഗ നമ്മൾ പറഞ്ഞായിരുന്നു, സിന്ധുവിൻ്റെ പോഷക നദികളായിട്ട് നമ്മൾ പറഞ്ഞാണല്ലേ. രാമഗംഗയുണ്ട്. ഖഗർ എന്ന് പറഞ്ഞിരുന്നല്ലേ, ഖഗർ എന്ന് പറയുന്ന ഒരു നദിയുണ്ട് അല്ലേ, ഖഗർ. പിന്നെയോ ഗണ്ഡക് എന്ന് പറഞ്ഞൊരു ഗണ്ഡകി എന്ന് പറഞ്ഞ ഗണ്ഡകുണ്ട്. കോസിയുണ്ട്, മഹാനന്ദയുണ്ട്. അപ്പോൾ മഹാനന്ദയും കോസിയും ഗണ്ഡകിയും അതേപോലെ തന്നെ ഖഗറും രാമഗംഗയും എല്ലാം ഈ പറയുന്ന ഗംഗയുടെ ഇടത് പോഷക നദികൾ അല്ലെങ്കിൽ ഇടതുഭാഗ പോഷക നദികളെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്കൊന്ന് നോക്കാം അല്ലേ, ഏതായിരിക്കാം? നമ്മൾ നോക്കി യമുന എന്ന് പറയുന്നൊരു നദിയുണ്ട് അല്ലേ, യമുന നദി. അപ്പോൾ യമുന നദിയെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? യമുന ഏറ്റവും വലിയ പോഷക നദിയാണെന്ന് പറഞ്ഞു. ആരുടെ? ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞ യമുന അല്ലേ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു അറിയാലോ. ഗംഗാ നദി ഇവിടെ നിന്ന് ഉത്ഭവിച്ചിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ യമുന ഇതിനോട് ചേർന്നാ വരുന്നത്. ഇങ്ങനെ ചേർന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് കൂട്ടത്തിൽ കയറുന്നത് അല്ലേ. അപ്പോൾ ഗംഗാ നദിക്ക് സമാന്തരമായിട്ട് ഒഴുകുന്ന നദിയാണ്, പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ യമുന എന്ന് പറയുന്നത്. യമുന നദി ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നാണ്. ഈ പറയുന്ന യമുനോത്രി എന്ന് പറഞ്ഞൊരു ഗ്ലേസിയർ ഉണ്ട്, യമുനോത്രി. അപ്പം യമുനോത്രി എന്ന് പറയുന്ന ഒരു ഗ്ലേസിയറിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? യമുനാ നദി ഉത്ഭവിക്കുന്നത് യമുനോത്രി എന്ന ഗ്ലേസിയറിൽ നിന്നാണ് അല്ലേ. ഈ യമുനോത്രി ഗ്ലേസിയർ എവിടെയാണെന്ന് ചോദിച്ചാൽ ബദ്രീനാഥ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സദോപാന്ത് ഗ്ലേസിയറില്ലേ, അളകാനന്ദ ഉത്ഭവിക്കുന്ന, അതിൻ്റെ സമീപത്ത് നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന യമുനോത്രിയിൽ നിന്ന് ആരുത്ഭവിക്കുന്നു? യമുന ഉത്ഭവിക്കുന്നു. അത് ബദ്രീനാഥിലാണ്. ഏകദേശം ഒരു 1376 അല്ലെ 1376 കിലോമീറ്റർ ദൂരം ഒഴുകി വന്നിട്ടാണ് ഇതെവിടെ ചേരുന്നത്? നമ്മുടെ ഗംഗയിൽ ചേരുന്നത്. ഇവിടെ വെച്ച് ഇപ്പം പ്രയാഗ്രാജ്, പണ്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞേനെ ഏത് പറഞ്ഞേനെ? അലഹാബാദ് എന്ന് പറഞ്ഞേനെ. പ്രയാഗ്രാജിൽ വെച്ചിട്ട് അത് കൂട്ടിച്ചേരും അല്ലേ. അപ്പോൾ ഈ പ്രയാഗ്രാജിലേക്ക് ഒഴുകുന്ന ഈ യമുനാ നദിക്ക് സഹായികളായിട്ട്, വെള്ളമെത്തിച്ചു കൊടുക്കുന്ന സഹായികളായിട്ട് നമ്മുടെ വിന്ധ്യാശതപുര പർവ്വത നിരകളിൽ നിന്നും വടക്കു ഭാഗത്തേക്ക് ഒഴുകുന്ന ചെറിയ ചെറിയ ചില നദികളുണ്ട്. ആ നദികളാണ് യമുനാ നദിയുടെ പോഷക നദികളായിട്ട് പ്രവർത്തിക്കുന്നത്. ആ നദികളുടെ പേരാണ് അല്ലേ, അതിങ്ങനെ വന്നിട്ട് ഇവിടെ ചേരുന്നു. ഏതാണ്? ചമ്പൽ, ബത്വ, കെൻ അല്ലേ, സിന്ധ്, ഇങ്ങനെയുള്ള കുറച്ച് നദികളുണ്ട്. അപ്പോൾ ചമ്പൽ, ബത്വ, കെൻ, സിന്ധ് എന്നിവ യമുനാ നദിയുടെ പോഷക നദികളാണ്. ഇനി ചമ്പൽ എന്ന് പറഞ്ഞ നദിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാലോ, ഈ ചമ്പൽ നദി ഉത്ഭവിച്ചൊഴുകുന്ന എവിടെ നിന്നാണ്? ചമ്പൽ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ നിന്നാണ്. മധ്യപ്രദേശിലെ ജനാപാവോ ഹിൽസ് എന്ന് പറഞ്ഞ കുന്നുകളുണ്ടല്ലോ, മധ്യപ്രദേശിലെ ജനാപാവോ ഹിൽസ് എന്ന് പറയുന്ന കുന്നുകളിൽ നിന്നും മൗ എന്ന് പറഞ്ഞ എംഹോ എന്നൊക്കെ നമുക്ക് എഴുതാം, പക്ഷേ മൗ എന്ന് നമ്മൾ പറയണം. അപ്പം മൗ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുന്നുണ്ട്, മൗ ഹിൽസ്. ജനപാവോ ഹിൽസിലെ മൗ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അത് മധ്യപ്രദേശിലാണ്. അവിടെ നിന്നുമാണ് ആരൊഴുകുന്നത്? നമ്മുടെ ചമ്പൽ എന്ന് പറയുന്ന നദി ഒഴുകുന്നത്. ചമ്പൽ ഒഴുകുമ്പോൾ നിസ്സാരമായ ഒഴുക്കല്ല, 1050 കിലോമീറ്ററാണ് ചമ്പൽ നദി ഒഴുകുന്നത്. ചമ്പൽ നദി ഒഴുകുന്ന 1050 കിലോമീറ്ററാണ്. ഇത് മധ്യപ്രദേശിനും രാജസ്ഥാൻ്റെയും ഒക്കെ ഇടയിലൂടെ ഒഴുകുകയാണ് അല്ലേ. കോട്ട എന്ന സ്ഥലത്തുകൂടിയൊക്കെ, രാജസ്ഥാനിലെ കോട്ട എന്ന സ്ഥലത്തുകൂടിയൊക്കെ ഒഴുകുന്നു. അതുകൂടാതെ രാജസ്ഥാനിലും മധ്യപ്രദേശിൻ്റെയും ഒക്കെ ബോർഡറിലായിട്ടൊരു ഡാം, ഗാന്ധിസാഗർ ഡാം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗാന്ധിസാഗർ ഡാമും ഒക്കെ എന്ത് ചെയ്യുന്നു? ഇത് സൃഷ്ടിക്കുന്നു. അങ്ങനെ ഗാന്ധിസാഗർ ഡാമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഒഴുകുന്നതാണ് ആരെന്ന് പറയുന്നത്? ഈ ചമ്പൽ നദി. ഈ ചമ്പലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചമ്പൽ എന്ന നദി ഒഴുകുമ്പോൾ അത് എന്താണ്? ഗള്ളി ഇറോഷനൊക്കെ കാരണമാകുന്നതുകൊണ്ട് വളരെ ഫലപുഷ്ടി ഇല്ലാത്ത തരത്തിലുള്ള ഒരു വരണ്ടുണങ്ങിയ ഭൂപ്രകൃതിയാണ് ഈ ചമ്പലും ചമ്പലിൻ്റെ പരിസര പ്രദേശത്തുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി എന്നാണ് പറയുന്നത്. ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി അല്ലെ, ചമ്പൽ റാവൈൻസ് അഥവാ ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി എന്നാണ് നമ്മൾ ഇതിന് വിശേഷിപ്പിക്കുന്നത് അല്ലെ. ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി അഥവാ ചമ്പൽ റാവൈൻസ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ സിന്ധ് എന്ന് പറയുന്ന മറ്റൊരു നദി നമുക്ക് എടുക്കാം അല്ലേ. ആരാണ്? യമുനയുടെ മറ്റൊരു പോഷക നദിയായിട്ട് നമുക്ക് കണക്കാക്കാൻ വരുന്നത് സിന്ധ് എന്ന് പറയുന്നതാണ്. സിന്ധ് എന്ന നദിയും ഉത്ഭവിക്കുന്ന ഇവിടുന്ന് മധ്യപ്രദേശിൽ നിന്ന് തന്നെയാണ്. മധ്യപ്രദേശിലെ വിദിശ എന്ന് പറയുന്ന ഒരു
കുന്നിൻപുറമുണ്ട്, പ്ലേറ്റോ, പീഠഭൂമിയാണ്. അപ്പോൾ വിദിശ എന്ന് പറയുന്ന കുന്നിൻപുറം, മധ്യപ്രദേശിലെ വിദിശ എന്ന് പറയുന്ന കുന്നിൻപുറത്ത് നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് സിന്ധ് എന്ന് പറയുന്നത്. ഈ സിന്ധും ചെന്ന് ചേരുന്നത് എവിടെയാണ്? യമുനയിലാണ്. യമുനയിൽ ചെന്ന് ചേരുന്നതിന് മുൻപായിട്ട് ഇത് 415 കിലോമീറ്റർ ദൂരം ഒഴുകുന്നുണ്ട്. അങ്ങനെ 415 കിലോമീറ്റർ ദൂരം ഒഴുകുന്ന ഒരു നദിയാണ് ഏത് നദി? നമ്മുടെ സിന്ധ് എന്ന് പറയുന്ന ഒരു നദി. ആ സിന്ധിന് പുറമെ അടുത്ത പോഷക നദിയാണ് ഏത്? ബെത്വ എന്ന് പറയുന്നത്. അപ്പോൾ ബെത്വ എന്ന് പറയുന്ന പോഷക നദിയെക്കുറിച്ച് നോക്കിയാൽ ബെത്വയും ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നാണ്? മധ്യപ്രദേശിൽ നിന്നാണ്. അപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് തന്നെയാണ് ബെത്വയും ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന MIC അല്ലേ, മീഥൈൽ ഐസോസൈനേറ്റ്. ആ MIC എന്നുള്ള ആ ഒരു വാതകം ചോർന്നതിനെ തുടർന്നിട്ട് ഉണ്ടായ വാതക ദുരന്തം, ഭോപ്പാൽ വാതക ദുരന്തം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അല്ലേ? യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ നിന്നും ചോർന്നു എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? അത് തന്നെ സംഭവം. അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഭോപ്പാൽ എന്ന് പറയുന്നത്. ഏകദേശം 590 കിലോമീറ്ററാണ് ഈ പറയുന്ന ബെത്വ എന്നുള്ള നദി ഒഴുകുന്നത്. അങ്ങനെ ഒഴുകിച്ചെല്ലുന്ന ബെത്വ ചെന്ന് ചേരുന്നത് എവിടെയാണ്? യമുനയിലാണ് ചെന്ന് ചേരുന്നത്. ഇനി അടുത്ത പോഷക നദിയെ നമ്മൾ നോക്കിയാൽ ആ നദിയുടെ കെൻ എന്നാണ് ആ നദിയുടെ പേര്, കെൻ അല്ലേ. കെൻ ഒഴുകുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശിൽ നിന്ന് തന്നെയാണ്. ബാർണർ റേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടൊരു റേഞ്ച് ഉണ്ട്. നമ്മുടെ വിന്ധ്യ പർവ്വത അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കുന്നൻ പ്രദേശമാണ് ബാർണർ റേഞ്ച് എന്ന് പറയുന്നത്. ആ ബാർണർ റേഞ്ചിൽ നിന്നും ഒഴുകുന്ന 360 കിലോമീറ്റർ ഒഴുകുന്ന നദിയാണ് കെൻ എന്ന് പറയുന്ന നദി. ഇനി നമുക്ക് ഈ പറയുന്ന ഗംഗയുടെ അടുത്ത വലത് ബാങ്ക് കൈവഴി ഏതാണ്, അല്ലെങ്കിൽ വലത് ബാങ്ക് പോഷക നദി ഏതെന്ന് നോക്കിയാൽ അതിൻ്റെ പേരാണ് ഇത് സൺ എന്ന് പറയുന്ന നദിയുണ്ട് അല്ലെ. സോൺ എന്ന് നമ്മൾ പറയുന്ന ഒരു നദിയുണ്ട്. ഈ സോൺ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം? അമരകണ്ടകം എന്നൊരു സ്ഥലമുണ്ട്, അമർകണ്ടകം. അതായത് നമ്മുടെ നർമ്മദാ നദി ഉത്ഭവിച്ചു വരുന്ന സ്ഥലം ഏതാണ്? ഈ അമർകണ്ടക എന്ന സ്ഥലത്തു നിന്ന് തന്നെയാണ് നർമ്മദാ നദിയും ഉത്ഭവിച്ചു വരുന്നത്. അപ്പോൾ അമർകണ്ടക പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സൺ എന്ന് പറയുന്നത്. ദക്ഷിണ ഭാഗത്ത് നിന്നും വന്ന് ഗംഗാനദിയിൽ പതിക്കുന്ന നദികളുടെ കണക്കെടുത്താൽ അതിലേറ്റവും നീളം കൂടുതലുള്ള നദി എന്നാണ് സൺ എന്ന നദിയെ വിശേഷിപ്പിക്കുന്നത്. ഈ സൺ ബീഹാറിലെ അറായ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഗംഗാനദിയുമായിട്ട് കണ്ടുമുട്ടുന്നത്. ഇതാണ് സൺ എന്ന നദിയെക്കുറിച്ചുള്ള നമ്മളുടെ വിശേഷണം. ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നതാണ് അമർകണ്ടക പ്ലേറ്റോയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഇതാണ് നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഉത്ഭവിച്ചിട്ട് നർമ്മദയുടെ ഒഴുക്കിന് എതിർദിശയിലേക്ക് ഒഴുകിപ്പോകുന്ന നദി ഏത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന സൺ എന്ന നദിയെക്കുറിച്ച് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കിയാൽ മറ്റൊരു നദിയാണ് ദാമോദർ എന്ന് പറയുന്ന നദിയാണ് അല്ലെ, ദാമോദർ. ഈ ദാമോദർ നദിയുടെ ഉത്ഭവം ഇവിടെ നിന്നാണ്? ഛോട്ടാ നാഗപൂർ പീഠഭൂമിയിൽ നിന്നാണ് അല്ലെ. ഛോട്ടാ നാഗപൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന നദിയാണ് ദാമോദർ എന്ന് പറയുന്ന നദി. ഈ ദാമോദർ നദിയെ നമ്മൾ വിളിച്ചിരുന്നൊരു പേരുണ്ട്, സോറോ ഓഫ് ബംഗാൾ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. എന്താണെന്നറിയാവോ? ഈ ദാമോദറിന് വെള്ളം കൂടും അല്ലേ. വെള്ളം കൂടി കഴിയുമ്പോൾ ആളുകളുടെ കുഴപ്പം എന്താണ്? നേരെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്താ വളഞ്ഞും പൊളഞ്ഞും ഒക്കെ പോകും. അപ്പോൾ നമ്മൾ ഈ ദാമോദരനും വെള്ളം കൂടി കഴിയുമ്പോൾ എന്തായിരിക്കും? കാല് നിലത്തുറക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ആളുകളുടെ പുറത്തോട്ട് കയറുന്ന അതേ രീതി തന്നെ. അതായത് ഈ ദാമോദർ നദിയിൽ വെള്ളം കൂടിയാൽ അല്ലെങ്കിൽ ജലം അളവ് കൂടി കഴിയാൻ നേരത്ത് ഇത് ഗതി മാറി ഒഴുകും. ഗതി മാറിയിട്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോകും. അപ്പോൾ ആളുകൾ അത്രയും കാലം സംഭരിച്ചു വെച്ചിരിക്കുന്ന അവരുടെ സ്വത്തുവകകൾ, സ്ഥാവരജംഗമ വസ്തുക്കൾ, സമ്പത്തെല്ലാം ഈ നദി നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ബംഗാളിലെ ജനതയുടെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയായിരുന്നു ഈ ദാമോദർ നദി എന്ന് പറയുന്നത്. എന്നാൽ ഈ ദാമോദർ നദി ഇന്ന് ബംഗാളിലെ ജനതയുടെ അനുഗ്രഹമായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, അമേരിക്കയിലെ ടെന്നസി വാലി പ്രൊജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലൊരു പ്രൊജക്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടിപർപ്പസ് പ്രൊജക്റ്റായിട്ടുള്ള ദാമോദർ വാലി പ്രൊജക്റ്റ് വന്നു. അപ്പോൾ എന്തായി? ജലസേചനത്തിന്, ഫ്ലഡ് കൺട്രോളിന്, വൈദ്യുതി ഉൽപ്പാദനത്തിന്, ടൂറിസത്തിന്, അങ്ങനെ വിവിധ മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് ദാമോദർ എന്ന നദി ഉപയോഗപ്പെടുകയാണ്. അങ്ങനെ ബംഗാളിൻ്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സ് കാർഷിക മേഖലയുടെയും വ്യാവസായിക മേഖലയുടെയും പുരോഗതിക്ക് കാരണമാകുന്ന ജലസമ്പത്തുള്ളൊരു നദിയായിട്ട് ഈ പറയുന്ന ദാമോദർ മാറി. അങ്ങനെ ദാമോദർ ഇപ്പോൾ ബംഗാളിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഈ ദാമോദർ നേരെ ഒഴുകിച്ചെന്ന് ചേർന്നത് നേരിട്ട് ഗംഗയിലേക്കല്ല, ഗംഗയുടെ ഒരു കൈവഴിയുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫറാക്ക ബാരേജിൽ വെച്ച് കൽക്കട്ട പോർട്ടിലെ അഴുക്കും മണ്ണും ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഹൂഗ്ലി എന്ന് പറയും. ആ ഹൂഗ്ലി നദിയിലേക്ക് ചെന്നിട്ടാണ് ദാമോദർ എന്ന് പറയുന്ന നദി ചെന്ന് ചേരുന്നത് എന്ന് നമുക്കറിയാം അല്ലേ. ഇനി നമ്മൾ നോക്കിയാൽ മുകളിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ആ
പോഷക നദികൾ, അതായത് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് നമ്മൾ നോക്കുമ്പോൾ അതിലാണ് ഒരെണ്ണമാണ് ഘഗറ എന്ന് പറയുന്നൊരു ട്രിബ്യൂട്ടറി, അല്ലെ ഘഗറ എന്ന് പറയുന്ന ഒരു ട്രിബ്യൂട്ടറി ഉണ്ട്. അപ്പോൾ ആ ഘഗറ എന്ന് പറയുന്ന ട്രിബ്യൂട്ടറിയെ നമ്മൾ നോക്കിയാൽ അത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് മാനസ സരോവരം. ഓർക്കുക, മാനസ സരോവരം നമ്മുടെ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ്. അവിടെ നിന്ന് തന്നെയാണ് ആര് ഉത്ഭവിക്കുന്നത്? ഘഗറ എന്ന് പറയുന്നൊരു നദിയും ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ്. അത് ഉത്ഭവിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മാപ്പ് ചാച്ചുങ്കോ ഗ്ലേസിയർ. മാപ്പ് ചാച്ചുങ്കോ ഗ്ലേസിയർ, അല്ലെ മാപ്പ് ചാച്ചുങ്കോ. നമ്മൾ പറഞ്ഞു ബൊഖാർച്ചു ഗ്ലേസിയർ സിന്ധു, ചമായങ്ങതും ഗ്ലേസിയർ ബ്രഹ്മപുത്ര, മാപ്പ് ചാച്ചുങ്കോ ഗ്ലേസിയർ അതാരാണ്? അത് ഘഗറ എന്ന നദി ഉത്ഭവിക്കുന്നതാണ്, അല്ലേ? ഇത് ഒഴുകി വരുന്നത് എങ്ങനെയാണ്? തിബറ്റിൽ നിന്നാണ് വരുന്നത്. ആ തിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നേപ്പാളിനെ ക്രോസ് ചെയ്ത് വന്നെങ്കിൽ പറ്റുകയുള്ളൂ. അങ്ങനെ നേപ്പാളിൽ ക്രോസ് ചെയ്ത് വരുമ്പോൾ നേപ്പാളിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഇതറിയപ്പെടുന്ന പേരാണ് കർണാലി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. കാര്യം എന്താ? നമ്മുടെ കർണനില്ലേ മഹാഭാരതത്തിലെ, ആ കർണൻ ഈ നദിയിലും പോയി കുളിച്ച് കാണണം. അതുകൊണ്ടാണ് ഇതിനെ കർണാലി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത് ചപ്ര എന്നൊരു സ്ഥലമുണ്ട്. ചപ്ര എന്ന സ്ഥലം ബീഹാറിലാണ്. ബീഹാറിലെ ചപ്ര എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഗംഗാ നദിയുമായിട്ട് കണ്ടുമുട്ടുന്നത്. അതാണ് ഘഗറ എന്ന് പറയുന്ന ഈ നദിയുടെ സവിശേഷത എന്ന് പറയുന്നത്. ഇനി അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇടത് ബാങ്ക് പോഷക നദിയെ നമ്മൾ നോക്കിയാൽ അതിൻ്റെ പേരാണ് സരയു എന്ന് പറയുന്നൊരു നദിയുണ്ട്, അല്ലെ? സരയു എന്ന് പറയുന്ന നദിയുണ്ട്. ആ സരയു എന്ന് പറയുന്ന നദി, അല്ലെങ്കിൽ ഇതിനെ ശാരദ എന്ന് പേരിട്ടും വിശേഷിപ്പിക്കാറുണ്ടല്ലോ. സരയു അല്ലെങ്കിൽ ശാരദ എന്നറിയപ്പെടുന്ന നദി ഇത് തന്നെയാണ്. ഇത് മിലാൻ ഗ്ലേസിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഞ്ഞുപാളിയുണ്ട്, മിലാൻ ഗ്ലേസിയർ. ആ മിലാൻ ഗ്ലേസിയറിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അത് നേപ്പാൾ ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നമ്മൾ പഠിച്ച ഹിമാലയത്തിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ നേപ്പാൾ ഹിമാലയം പഠിച്ചിട്ടുള്ളതാണ്. 800 കിലോമീറ്റർ നീളത്തിലുള്ളതാണ് നേപ്പാൾ ഹിമാലയം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ നേപ്പാൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് ഏത്? സരയൂ നദി എന്ന് പറയുന്നത്, അല്ലേ? നേപ്പാൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സരയൂ നദി, അല്ലേ? ഇത് അറിയപ്പെടുന്ന പേരെന്തുണ്ട്? ഇത് ഗോരി ഗംഗ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗോരി ഗംഗ എവിടെയാണ്? ചൗക്ക എന്ന സ്ഥലത്ത് ഇത് ഗോരി ഗംഗ എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ ചൗക്ക എന്ന സ്ഥലത്ത് ഇത് ഗോരി ഗംഗ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചൗക്കയിൽ അറിയപ്പെടുന്ന പേര് ഗോരി ഗംഗ എന്നാണ്. അതേപോലെ ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും ബോർഡറിൽ ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാളി എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും ബോർഡറിൽ കാളി എന്ന പേരിലും ആരും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ നദി അറിയപ്പെടുന്നുണ്ട്. ഏത് നദി? നമ്മുടെ സരയൂ നദി അറിയപ്പെടുന്നുണ്ട്, അല്ലേ? ഇനി വീണ്ടും നമ്മൾ നോക്കി അടുത്ത പോഷക നദിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കോസി എന്ന് പറയുന്ന പോഷക നദിയുണ്ട്, അല്ലേ? കോസി, അരുൺ കോസി, താമ്രകോസി, സപ്തകോസി, അങ്ങനെ ഈ കോസി പല പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ കോസി എന്ന് പറയുന്ന ഒരൊറ്റ പേര്, അല്ലെങ്കിൽ കോശി എന്ന് നമുക്ക് ഓർക്കാം. അയ്യപ്പനും കോശി എന്നൊക്കെ നമ്മൾ സിനിമ കണ്ടിട്ടില്ല. അതേപോലെ ഇതൊരു കോശിയായിട്ട് എടുത്താൽ മതി, അല്ലേ? ഇത് ഒരു പൗരാണികതയുള്ള നദിയാണ്. കാരണം ഇത് ഹിമാലയ പർവ്വതം രൂപം കൊള്ളുന്നതിന് മുൻപുണ്ടായിരുന്നൊരു നദിയാണ്. ആൻറ്റിസെഡൻറ്റ് റിവർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഉത്ഭവിച്ച് വരുന്നത് ഇവിടെ നിന്നാണ്? മൗണ്ട് എവറസ്റ്റ് ഇല്ലേ, എവറസ്റ്റ് കൊടുമുടി. ആ എവറസ്റ്റ് കൊടുമുടിയിലൂടെയാണ് വരുന്നത്. തിബറ്റിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്നുമാണ് ഉത്ഭവിച്ചു വരുന്നത്. മൗണ്ട് എവറസ്റ്റിൻ്റെ നെറുകയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നദിയാണ്, അല്ലെങ്കിൽ എവറസ്റ്റിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നൊക്കെ ഒഴുകി വരുന്നതാണെന്നാണ് പറയപ്പെടുന്ന കോസി. ഇത് ബീഹാറിൻ്റെ ദുഃഖം എന്ന പേരിലായിരുന്നു ഒരു കാലത്ത് അറിയപ്പെടുന്നത്. കാര്യം നമുക്കറിയാം, ഒഴുകി വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് വെള്ളം കൊണ്ടുവരും. എന്നിട്ട് ജനവാസ മേഖലയിലൊക്കെ ഇരച്ച് കയറിയിട്ട് അവിടെ വെള്ളം മൊത്തം നശിപ്പിച്ച് കളയും. അങ്ങനെ ഒന്നും ചെയ്യുന്നിട്ട് ആൾക്കാരുടെ ദുഃഖമായിട്ട് മാറും. അങ്ങനെ ദുഃഖമായിരുന്ന ഈ കോസി ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആരായി മാറി? ഭഗവാനായിട്ട് മാറി. എല്ലാവരും അനുഗ്രഹിക്കുന്ന ആളായിട്ട് മാറി, അല്ലേ? അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട പ്രൊജക്റ്റിൻ്റെ പേരാണ് ഹനുമാൻ നഗർ ബാരേജ് എന്നാണ് പറയുന്നത്. 1965 ഹനുമാൻ നഗർ ബാരേജ് എന്ന് പറയുന്ന ഒരു ബാരേജ് സൃഷ്ടിക്കപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഹനുമാൻ നഗർ ബാരേജ് സൃഷ്ടിക്കപ്പെട്ടു. അതുവഴി ഈ പറയുന്ന കോസി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നല്ലൊരു പുണ്യ നദിയായിട്ട് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഗംഗ എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ നദിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഗംഗാ നദിയെക്കുറിച്ച് അത്യാവശ്യം പരീക്ഷ, അതായത് ലാസ്റ്റ് ഗ്രേഡ് മുതൽ സിവിൽ സർവീസ് വരെയുള്ള പരീക്ഷകൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി അഡീഷണലായിട്ട് നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. കാരണം വീഡിയോ കാണുന്ന ആളുകൾക്ക് കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ ഒരറിവെങ്കിലും കിട്ടിയാൽ, ചെറുതെങ്കിലും ഒരു അറിവ് കിട്ടിയാൽ അത് വളരെ വലുതായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ നൽകിയ ആ ഒരു സ്നേഹത്തിനും പ്രോത്സാഹനത്തിനുമെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.